ശരീഅത്തിന് എതിര് നിൽക്കുന്ന ഒരു വലിയനോടും തുടരാൻ പാടില്ല. ശരീഅത്ത് കഴിഞ്ഞിട്ടേ ത്വരീഖത്തുള്ളൂ, ശരീഅത്തില്ലാത്ത ത്വരീഖത്തില്ലേ ഇല്ല. പിന്നെ മജ്ദൂബായ ആളുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ തുടരാൻ പറ്റൂല. മജ്ദൂബായ ആളുകൾ ഫനാഇന്റെ മഖാമിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് ദുആക്ക് ഇജാബത്തും ഉണ്ടാവും, കറാമത്തും ഉണ്ടാവും, പക്ഷെ അവരോട് തുടരാൻ പാടില്ല. തുടരാൻ ആരോടെ പാടുള്ളൂ? തുടരാൻ ശരീഅത്തിന്റെ നിയമങ്ങൾ 110% പാലിക്കുന്നവരോട് മാത്രമേ തുടരാൻ പാടുള്ളൂ, അല്ലാത്തവരോട് തുടരാൻ പാടില്ല. അല്ലാത്ത ആൾക്കാർ ഉണ്ടാകേണ്ടി നമുക്ക് വിരോധമൊന്നുമില്ല. നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും, അവർക്ക് ബഖാ ഫനാ തുടങ്ങിയ മർത്തബയുള്ളവരുണ്ടാവും, ജദ്ബിന്റെ ഹാലുള്ളവരുണ്ടാവും, മസ്താന്മാരുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ചാറൊക്കെ നല്ലതാണ്, മൊല്ലാക്കൊക്കെ വേണ്ട, പിന്തുടരാൻ പാടില്ല. ഉണ്ടാകണേ നമുക്ക് കുഴപ്പമില്ല. ചീത്തരാനൊന്നും പോണ്ട, തല്ലാൻ പോണ്ട, ഇറക്കി വിടാനൊന്നും പോണ്ട, ഒക്കെ നല്ലത് തന്നെയാണ്, സൂക്ഷ്മത. അതേസമയത്ത് പിന്തുടരാൻ പാടില്ല. പിന്തുടരേണ്ടത് ശരീഅത്തിന്റെ ഹുക്കുമുകൾ 100% കൊണ്ട് നടക്കുന്ന ആളുകളോട് മാത്രമാണ് പിന്തുടരേണ്ടത് എന്ന് സന്ദർഭമായിട്ട് പറയാം. അപ്പോ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു ജമാഅത്തിന് പള്ളിക്കൊക്കെ വരുന്നില്ല എന്ന് പള്ളിക്കത്തെ ഉസ്താദിന് ഒരു അഭിപ്രായം. അങ്ങനെ ഉസ്താദ് അതൊന്ന് സംസാരിക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ മൂപ്പരടുത്ത് ചെന്നു, അഹ്മദ് അൽ ബദവിയുടെ അടുത്ത് ചെന്നു. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞോടുകൂടി വഅലൈക്കും സലാം എന്നുകൊണ്ട് ഒരൊറ്റ ചവിട്ടം കൊടുത്തു. ഓർക്കാപ്പുറത്ത് ചവിട്ട് കിട്ടിയേക്കിന് മൂപ്പര് കണ്ണൊന്നും ഇങ്ങനെ തിരുമ്പിയിട്ട് പിന്നെ തുറന്നു നോക്കുമ്പോ ഒരു പുഴക്കരയിലെത്തിയിട്ടുണ്ട്. മണല് മാത്രം, ഒറ്റ മഹ്ലൂക്കുമില്ല. നേരാണെങ്കിൽ ഇരുട്ടാകാൻ പോവാണ്, അസർക്കാരം കഴിഞ്ഞിട്ടാണ് പെയ്ക്കണേ. നേരെ ഇങ്ങനെ ഇരുട്ടാവാൻ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, എങ്ങോട്ടാ പോണെന്നറിയില്ല. കുറെ നേരം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിന്നപ്പോ ഒരാള് വന്നു. അയാളോട് പറഞ്ഞു, ഞാനേ അഹമ്മദ് അൽ ബദവിനോട് ജമാഅത്തിന് പള്ളിക്കൊക്കെ വരാത്ത എന്തേന്ന് ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു, പക്ഷെ മൂപ്പരൊരു ചവിട്ടാണ്ട് ചവിട്ടിയിട്ട് ഇപ്പൊ ഞാൻ എവിടെയെന്നൊരു പിടുത്തം കിട്ടണില്ല. അതിനൊരു പണിയുണ്ട് പറഞ്ഞു. നിങ്ങള് ഒതുണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ തയ്യാറായിക്കോളി, ഇവിടെ കുറെ ആൾക്കാർ നിസ്കരിക്കാൻ വരും, ഓലപ്പം നിസ്കരിക്കാൻ നിൽക്കുക. അങ്ങനെ അവ്വല് സഫിൽ നിൽക്കണം. നിസ്കാരം കഴിഞ്ഞേക്കിന് ഇമാമിനോട് ചെന്നിട്ട് പറഞ്ഞാൽ മൂപ്പര് എന്തേലും വഴി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുഴയെന്ന് ഒതുണ്ടാക്കി അവിടെ അങ്ങനെ കാത്തുനിന്ന് ഓരോരുത്തർ വന്നു. ബാങ്ക് കൊടുത്തു, ഇക്കാമത്തും കൊടുത്തേക്കിന് ഇമാം വെക്കാൻ വേണ്ടി അഹമ്മദ് അൽ ബദവി വന്നു. ഇമാം വന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ച് സലാം വീട്ടിൽ വരുന്നയാളുടെ പുക ഒരുങ്ങുമ്പോ ചെന്നിട്ട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഒരു ചവിട്ടും കൂടിയും കൊടുത്തു. ചവിട്ടിട്ടിട്ട് നോക്കുമ്പോ പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്, വേഗം പള്ളിയേക്ക് പോയി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ചവിട്ടൊന്നും കിട്ടൂല. ഇദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, എല്ലാരും ബോധ്യപ്പെടുത്തൂല. മനസ്സിലായിട്ട് നിങ്ങൾക്ക് സംഗതി? എല്ലാരും ഇങ്ങനെ നടന്ന് വിലായത്ത് ബോധ്യപ്പെടുത്തല്ല, ഈ ചോദിക്കാൻ വന്ന ആളെ അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് ബോധ്യപ്പെടുത്തിയതാണ്, അല്ലാതെ എല്ലാരെയും ബോധ്യപ്പെടുത്തൊന്നുമില്ല. ചില വിലായത്തിന്റെ മക്കാമിലുള്ള ആളുകൾക്ക് അവരുടെ മക്കാമ ആരും അറിയരുത് എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാകുക, അല്ലാതെ എല്ലാവരും അറിയണം എന്നൊരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല. അവരുടെ വിലായത്ത് ആരും അറിയരുത് എന്നായിരിക്കും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ വാസ്ലിങ്ങളിലാണ് മുജദ്ദിദീങ്ങൾ ഉള്ളത്. ഒരേ സമയത്ത് അവർക്ക് ജനങ്ങളുമായി ഇടപഴകുന്ന മക്കാമുണ്ട്, അതേ സമയത്ത് അള്ളാഹുവിനോട് മാത്രമായി ഇടപഴകുന്ന മക്കാമുണ്ട്. ഒരേ സമയം രണ്ടും കൊണ്ടെടുക്കാണ്. പിന്നെ ശംസുൽ ഉലമാ റഹിമഹുള്ളയുടെ താരീഖില് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ശംസുൽ ഉലമ വരെ എന്നൊരു പുസ്തകമുണ്ട്. അതില് ശംസുൽ ഉലമയുടെ മകളായിരുന്ന ഹലീമ, കുറ്റിക്കാട്ടൂരിൽ താമസിച്ചിരുന്ന ഹലീമ എന്ന മകള് വാപ്പാനെ പറ്റി ഒരു അനുഭവം പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഉമ്മ മരിച്ചതിന് ശേഷം വാപ്പ മക്കളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പോയി താമസിക്കൽ പതിവുണ്ട്. അങ്ങനെ 9 മാസം എൻ്റെ വീട്ടിൽ വാപ്പ താമസിച്ചു. വാപ്പ താമസിക്കാൻ വന്നത് മുതൽ ഞാന് വാപ്പാക്ക് വേണ്ട എല്ലാ ഖിദ്മത്തുകളും ചെയ്യും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വാപ്പ സംസാരിക്കുകയേയില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുന്നില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എന്നൊന്നുമില്ല, പാടുണ്ട്, പക്ഷെ നല്ലതേ പറയാൻ പാടുള്ളൂ എന്ന് മാത്രം.
ഒന്നുകിൽ അള്ളാഹുവിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഭക്ഷണത്തെ കുറിച്ച് പറയാം. അങ്ങനെ നല്ല സംസാരങ്ങൾ എന്തെങ്കിലും നടത്താം. അങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ വാപ്പ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോകും. വാപ്പാക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നുകിൽ കട്ടൻ ചായയോ അല്ലെങ്കിൽ കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയ വെള്ളമോ ഉണ്ടാക്കിയിട്ട് വാപ്പാന്റെ കട്ടിലിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കും. അങ്ങനെ വാപ്പ കിടക്കാൻ വേണ്ടി പോകും. ഞാനൊരു 12:30 മണിയാകുമ്പോ ഉറക്കം വരാതെ കിടക്കുമ്പോ വാപ്പ എന്താ ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ചെന്ന് വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുമ്പോ കട്ടിലിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മുകളിലൂടെ ഒരു പുതപ്പിട്ടിട്ട് വാപ്പ സ്പീഡിൽ തസ്ബീഹ് മാല മറിക്കുന്നത് കാണാം. ഉറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു 2 മണിക്ക് ഒന്നുകൂടി മൂത്രയിക്കാൻ നീക്കുമ്പോ മെല്ലെ ചെന്നിട്ട് വാപ്പ എന്താ ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ട് വാതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോ വാപ്പ അതേ ഇരുത്തമിരുന്ന് തസ്ബീഹ് മാല സ്പീഡിൽ മറിക്കുന്നത് കാണും. അങ്ങനെ ഒരു 3 മണിക്ക് വീണ്ടും ചെന്നാലും വാപ്പ അതേ ഇരുത്തിയിരിക്കുന്നുണ്ടാവും. നേരം പുലർന്നാൽ സമസ്തയുടെ യോഗങ്ങൾക്ക് വേണ്ടി പോവുകയും ചെയ്യും. മിക്കവാറും മഗ്‌രിബിന് മുമ്പ് വാപ്പ വീട്ടിലെത്തും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുകയില്ല. ഇശാ നിസ്കരിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടുകാരും ചോദിച്ചറിയും. രാത്രി ദിക്റും തസ്ബീഹിലുമായി കഴിയും. ഞങ്ങളമ്മ ഞങ്ങളോട് എപ്പോഴും പറയലുണ്ട്, മക്കളെ ഞമ്മളെ വാപ്പ ഒരു സാധാരണ വാപ്പയാണ് എന്ന് കരുതരുത് ട്ടോ. അതാണ് ശംസുൽ ഉലമാ റഹിമഹുല്ലാ എന്ന് പറഞ്ഞത്. ഒരു 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ശംസുൽ ഉലമാ റഹിമഹുല്ലാ എന്ന് പറയുന്നത്. ഒരേ സമയത്ത് ഔലിയാക്കളുടെ റൂട്ടിലും അതേ സമയത്ത് സാധാരണക്കാരുടെ റൂട്ടിലും. ഒരു കാര്യം എൻ്റെ ഇടയിൽ മനസ്സിലാക്കേണ്ടത്, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുകയേ ഇല്ലാത്ത ശംസുൽ ഉലമാ റഹിമഹുല്ലാ സമസ്തന്റെ സമ്മേളനം ഉണ്ടെങ്കിൽ വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ദിക്റിനേക്കാൾ പ്രാധാന്യമുണ്ട് സമസ്തയുടെ സമ്മേളനത്തിന്. അതുകൊണ്ടുള്ള ശംസുൽ ഉലമ വരുന്നത്. ശംസുൽ ഉലമയെ കണ്ട ആളുകൾക്കറിയാം. ശംസുൽ ഉലമനെ എങ്ങനെ കാണുള്ളൂ എന്ന് നിങ്ങള് ഒന്നുകിൽ വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടാണ് കാണാം, അല്ലെങ്കിൽ തസ്ബീഹ് മാല കൊണ്ട് ദിക്ർ ചൊല്ലുന്നതായിട്ടേ കാണുള്ളൂ, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നതായിട്ടാണ് ശംസുൽ ഉലമയെ കാണാം. ഈ മൂന്നുമല്ലാത്ത അവസ്ഥയിൽ മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലയെ കാണാൻ പ്രയാസാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സമസ്തയുടെ പൊതുയോഗം ഉണ്ടായാൽ വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇത് എന്നല്ലേ. നമ്മളെ നാട്ടിക ഉസ്താദ് ഈ ഒരിക്കല് തിരുവനന്തപുരത്ത് ഒരു ട്രെയിനിങ് പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചുത്രേ, ഇങ്ങള് ഏതെങ്കിലും പള്ളിക്ക് ദർസ് നടത്തി ദിക്റും സലാത്തും ചൊല്ലിങ്ങാണ്ട് കൂടിയാ പോരെ, ഈ പൊതുയോഗത്തിനും ട്രെയിനിങ്ങിനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞുത്രേ, ഞാനേ ഇത് ദിക്റും സലാത്തും ചെല്ലുന്ന പരിപാടി തന്നെയാണെന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഇതിനും അല്ലാഹുവിങ്കൽ നിന്ന് കൂലി ലഭിക്കും എന്ന് കരുതിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു എന്നാണ്. കൂട്ടത്തിൽ പറയാ സമസ്തന്റെ സമ്മേളനം വരുന്നുണ്ട്. സമസ്തന്റെ 100-ാം വാർഷികം വരുന്നുണ്ട്. 100 കൊല്ലം മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിനെ സംരക്ഷിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞത്. സമസ്തന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞത് ഈമാനാണ്. ഈമാനും ശരീഅത്തും, ശരീഅത്തിന്റെ നിയമങ്ങളും ഈമാനും, അതിൽ അഭിപ്രായം പറയാ, അതിൽ തീരുമാനം പറയാ, ഇതാണ് സമസ്തയുടെ ഡ്യൂട്ടി. ബാക്കിയുള്ളതൊക്കെ അനുബന്ധാണ്. സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, കോളേജ് ഉണ്ടാക്കുക, സ്കൂൾ ഉണ്ടാക്കുക, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കുക, അതൊക്കെ അനുബന്ധാണ്. അത് നടന്നാലും വേണ്ടില്ല, നടന്നില്ലെങ്കിലും വേണ്ടില്ല. ഈമാനിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാ, ശരീഅത്തിന്റെ നിയമത്തിൽ അഭിപ്രായം പറയാ, അതിൽ സമസ്തയെ സംബന്ധിച്ചൊരു വിട്ടുവീഴ്ചയില്ല.